കാത്തിരിപ്പിന് വിരാമമിട്ട് സൗഭാഗ്യങ്ങളുടെയും സകല സുബത്വങ്ങളുടെയും കാരകനായ ബൃഹസ്പതി എന്ന വ്യാഴം അതിന്റെ ഉച്ചരാശിയായ കർക്കടകം രാശിയിലേക്ക് സംക്രമിച്ചിരിക്കുന്നു. ചന്ദ്രന്റെ സ്വന്തം രാശിയും വ്യാഴത്തിന്റെ പരമാവധി ശക്തിയുടെ സ്ഥാനവുമായ കർക്കടകത്തിലേക്കുള്ള ഈ പ്രവേശം നിങ്ങളുടെ വ്യക്തിജീവിതത്തിലും തൊഴിൽ മേഖലകളിലും കുടുംബ ബന്ധങ്ങളിലും ആഴത്തിലുള്ള മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാൻ പോകുന്നതാണ്. വിജ്ഞാനവും ധനവും ഭാഗ്യവും ഒപ്പം ആത്മീയമായ ഉണർവും നൽകുന്ന വ്യാഴത്തിന്റെ ഈ പ്രത്യേക സ്ഥാനം അനിഴം നക്ഷത്രക്കാർക്ക് എങ്ങനെ പുതിയ വാതിലുകൾ തുറക്കുമെന്നും ഏതൊക്കെ മേഖലകളിൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ സമ്മാനിക്കുമെന്നും ഏതൊക്കെ കാര്യങ്ങളിൽ ഒരു കരുതൽ ആവശ്യമാണെന്നും അറിയണ്ടേ. അനിഴത്തിന് ഇത് സുവർണ അവസരങ്ങളോ അതോ പുതിയ പാഠങ്ങളാണോ സമ്മാനിക്കാൻ പോകുന്നത്? ഈ വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കും? ഏതൊക്കെ തീരുമാനങ്ങളാണ് ഈ ശുഭഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധയോടെ എടുക്കേണ്ടത്? കൂടാതെ ഈ അനുകൂലമായ ഊർജത്തെ എങ്ങനെ പരമാവധി പ്രയോജനപ്പെടുത്താമെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടെത്താം. ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കാൻ തയ്യാറെടുക്കുക. കാരണം വ്യാഴം നിങ്ങളുടെ ഭാഗ്യം തെളിയിക്കാൻ കർക്കിടകത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഈ സുപ്രധാന ഗ്രഹമാറ്റം വൃശ്ചികം രാശിയിൽ ഉൾപ്പെടുന്ന അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ആഴത്തിലുള്ളതും പലപ്പോഴും പരിവർത്തനപരവുമായ സ്വാധീനം ചെലുത്തും. ശനിദേവനാണ് അനിഴം നക്ഷത്രത്തിന്റെ അധിപൻ. ഇത് കഠിനാധ്വാനം, അച്ചടക്കം, ദീർഘവീക്ഷണം, സത്യസന്ധത, ക്ഷമ എന്നിവയെ സൂചിപ്പിക്കുന്നു. കൂടാതെ ബുധനാണ് ഈ നക്ഷത്രത്തിന്റെ ഉപഗ്രഹം. ബുധൻ ആശയവിനിമയം, ബുദ്ധി, വിശകലന ശേഷി എന്നിവ നൽകുന്നു. വ്യാഴം കർക്കിടകത്തിൽ ഉച്ചനാകുമ്പോൾ ഈ ശനി ബുധ സ്വാധീനമുള്ള അനിഴം നക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഗുണകരമായ മാറ്റങ്ങൾക്കൊപ്പം ചില വെല്ലുവിളികളും നേരിടേണ്ടി വന്നേക്കാം. 2025 ഒക്ടോബർ 18 മുതലുള്ള ഈ കാലഘട്ടം അനിഴം നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് വിവിധ മേഖലകളിലായി വിശകലനം ചെയ്യാം. വ്യാഴത്തിന്റെ ഈ കർക്കടക പ്രവേശം അനിഴം നക്ഷത്രക്കാർക്ക് ഒരു പുതിയ ഉൾക്കാഴ്ച നൽകും. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദീർഘകാല കാഴ്ചപ്പാടുകൾക്ക് കൂടുതൽ വ്യക്തത വരും. കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഇത് നിങ്ങളെ പ്രേരിപ്പിക്കും. ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടുതൽ വിവേകവും പക്വതയും പ്രകടമാകും. പൊതുവെ സമാധാനപരമായ ഒരു അന്തരീക്ഷം ജീവിതത്തിൽ സംജാതമാകും. വ്യക്തിബന്ധങ്ങളിലും തൊഴിൽ രംഗത്തും ഇത് ഗുണകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. അനിഴം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ ഈ മാറ്റം തൊഴിൽ രംഗത്ത് ക്ഷമയോടും ദീർഘവീക്ഷണത്തോടും കൂടിയുള്ള മുന്നേറ്റങ്ങൾ ആവശ്യപ്പെടും. പുതിയ തൊഴിലവസരങ്ങൾ കടന്നു വന്നേക്കാം. എന്നാൽ അവ തിരഞ്ഞെടുക്കുമ്പോൾ തിടുക്കം കാണിക്കാതെ എല്ലാ വശങ്ങളും ചിന്തിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുക. ദീർഘകാലം നിലനിൽക്കുന്നതും സുരക്ഷിതവുമായ ജോലികൾക്ക് സാധ്യതയുണ്ട്. നിലവിലുള്ള ജോലിയിൽ സ്ഥിരതയും ക്രമാനുഗതമായ പുരോഗതിയും പ്രതീക്ഷിക്കാം. നിങ്ങളുടെ കഠിനാധ്വാനം മെല്ലെയാണെങ്കിലും അംഗീകരിക്കപ്പെടും. സ്ഥാനക്കയറ്റങ്ങൾക്കോ മെച്ചപ്പെട്ട ഉത്തരവാദിത്തങ്ങൾക്കോ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന അനിഴം നക്ഷത്രക്കാർക്ക് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും കഴിയും. എന്നാൽ സാമ്പത്തികമായ നിക്ഷേപങ്ങളിൽ സൂക്ഷ്മത പുലർത്തുക. ദീർഘകാല ലാഭം ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾക്ക് മുൻഗണന നൽകുന്നത് ഗുണകരമാകും. പുതിയ പങ്കാളിത്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാനും നിങ്ങളുടെ നൈപുണ്യങ്ങൾ മെച്ചപ്പെടുത്താനും ഇത് നല്ല സമയമാണ്. ഇത് നിങ്ങളുടെ കരിയറിന് കൂടുതൽ കരുത്തേകും. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം നിലനിർത്തുന്നത് തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ സഹായം നൽകും. അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. വ്യാഴത്തിന്റെ ഈ സ്ഥാനം അനിഴം നക്ഷത്രക്കാരുടെ സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കത്തിലൂടെയുള്ള വളർച്ചയെ സൂചിപ്പിക്കുന്നു. വരുമാനത്തിൽ വർധനവ് പ്രതീക്ഷിക്കാം. എന്നാൽ ചിലവുകൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ധനപരമായ കാര്യങ്ങളിൽ വ്യക്തമായ ആസൂത്രണം നടത്തുക. സമ്പാദ്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന സമയമാണിത്. ഭാവിയിലേക്കുള്ള നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അവ നടപ്പിലാക്കുകയും ചെയ്യുക. നിലവിലുള്ള കടബാധ്യതകൾ കുറയ്ക്കാൻ ഇത് നല്ല സമയമാണ്. പുതിയ കടങ്ങൾ വാങ്ങുന്നത് കഴിവതും ഒഴിവാക്കുക. ധനപരമായ കാര്യങ്ങളിൽ അനാവശ്യമായ റിസ്കുകൾ എടുക്കാതിരിക്കുക. ഭൂമി, സ്വർണം, സ്ഥിര നിക്ഷേപങ്ങൾ എന്നിവ പോലുള്ള സുരക്ഷിതമായ നിക്ഷേപങ്ങൾക്ക് ഇത് അനുകൂലമായ സമയമാണ്. ഓഹരി കമ്പോളങ്ങളിൽ നിക്ഷേപിക്കുമ്പോൾ വിദഗ്ധരുടെ ഉപദേശം തേടുക. ചിലപ്പോൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾക്കും സാധ്യതയുണ്ട്. എന്നാൽ അതിൽ മാത്രം ആശ്രയിക്കാതിരിക്കുക. കുടുംബ ബന്ധങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും വ്യാഴത്തിന്റെ ഈ മാറ്റം സന്തോഷവും ഐക്യവും കൊണ്ടുവരും. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളവും സ്നേഹനിർഭരവുമാകും. മുൻപുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകൾ ഇല്ലാതാവുകയും പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കുകയും ചെയ്യും. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. വിവാഹം ആഗ്രഹിക്കുന്ന അനിഴം നക്ഷത്രക്കാർക്ക് ഇത് അനുകൂലമായ സമയമാണ്. നല്ലൊരു ജീവിത പങ്കാളിയെ കണ്ടെത്താനും വിവാഹിതരാകാനും സാധ്യതയുണ്ട്. നിലവിലുള്ള ദാമ്പത്യ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താനഭാഗ്യത്തിന് സാധ്യതയുണ്ട്. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാവാനും നിലവിലുള്ള സൗഹൃദങ്ങൾ കൂടുതൽ ദൃഢമാക്കാനും സാധ്യതയുണ്ട്.
നല്ല സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കും. സാമൂഹികമായ ഇടപെടലുകളിലൂടെ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും. സമൂഹത്തിൽ ബഹുമാനം ലഭിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിലും ഈ വ്യാഴമാറ്റം ശ്രദ്ധ ആവശ്യപ്പെടുന്നുണ്ട്. പൊതുവെ ആരോഗ്യം മെച്ചപ്പെടുമെങ്കിലും ചിലപ്പോൾ ചെറിയ അസുഖങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട്. അതിനാൽ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. നല്ല ഭക്ഷണശീലങ്ങളും വ്യായാമവും മുടങ്ങാതെ ചെയ്യുക. മാനസികമായി ചിലപ്പോൾ പിരിമുറുക്കങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ധ്യാനം, യോഗ, പ്രാർത്ഥന, ഇഷ്ടവിനോദങ്ങളിൽ ഏർപ്പെടൽ എന്നിവയിലൂടെ മാനസിക സമാധാനം നിലനിർത്താൻ ശ്രദ്ധിക്കുക. പൊതുവെ ഊർജ്ജസ്വലരായിരിക്കും. എന്നാൽ അമിതമായ ജോലിഭാരം കാരണം ചിലപ്പോൾ ക്ഷീണം അനുഭവപ്പെട്ടേക്കാം. ആവശ്യത്തിന് വിശ്രമിക്കാൻ സമയം കണ്ടെത്തുക. ദീർഘകാലമായി അലട്ടിയിരുന്ന രോഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കാൻ സാധ്യതയുണ്ട്. ചികിത്സകൾ ഫലപ്രദമാകും. വൈദ്യോപദേശം തേടുന്നതിൽ മടി കാണിക്കരുത്. വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലും ആത്മീയമായ അന്വേഷണങ്ങളിലും വ്യാഴത്തിന്റെ ഈ സ്വാധീനം ഗുണകരമാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ കഴിയും. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും. പുതിയ വിഷയങ്ങൾ പഠിക്കാനും കഴിവുകൾ വികസിപ്പിക്കാനും ഇത് നല്ല സമയമാണ്. പുതിയ അറിവുകൾ നേടാനും പഠനത്തിൽ താല്പര്യം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഭാഷാ പഠനം, കലകൾ തുടങ്ങിയ മേഖലകളിൽ താല്പര്യം വർദ്ധിക്കും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ധ്യാനം, പ്രാർത്ഥന, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കൽ എന്നിവയിലൂടെ മാനസിക സമാധാനവും ആത്മീയ വളർച്ചയും നേടാൻ സാധിക്കും. ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കാനും നല്ല ജീവിതം നയിക്കാനും ഇത് നിങ്ങളെ പ്രേരിപ്പിക്കും. സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ താല്പര്യം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്. അവ പൊതുവെ ഗുണകരമായിരിക്കും. തൊഴിൽപരമായ യാത്രകൾ ലാഭകരമാകും. പുതിയ ആളുകളെ പരിചയപ്പെടാനും പുതിയ സംസ്കാരങ്ങൾ മനസ്സിലാക്കാനും അവസരം ലഭിക്കും. തീർത്ഥാടനങ്ങൾക്കും ആത്മീയപരമായ യാത്രകൾക്കും ഇത് നല്ല സമയമാണ്. ഇത് മാനസിക സമാധാനം നൽകും. യാത്രകളിലൂടെ പുതിയ അറിവുകളും അനുഭവങ്ങളും നേടാൻ സാധിക്കും. പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് ജീവിതത്തിൽ ഉണർവ് നൽകും. വ്യാഴം ഉച്ചരാശിയിൽ നിൽക്കുന്നത് പൊതുവെ ശുഭകരമാണെങ്കിലും അനിഴം നക്ഷത്രക്കാർ ഈ സമയത്ത് ചില കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ നൽകുന്നത് ഗുണഫലങ്ങളെ വർദ്ധിപ്പിക്കാനും വെല്ലുവിളികളെ അതിജീവിക്കാനും സഹായിക്കും. അനിഴം നക്ഷത്രക്കാരുടെ സ്വതസിദ്ധമായ ക്ഷമയും സ്ഥിരതയും ഈ സമയത്ത് വലിയ സഹായകമാകും. തിടുക്കപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കുക. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി സമ്പാദ്യത്തിന് പ്രാധാന്യം നൽകുക. നിങ്ങളുടെ എല്ലാ ഇടപാടുകളിലും സത്യസന്ധത പുലർത്തുക. ഇത് നിങ്ങളുടെ സൽപ്പേരിന് കോട്ടം വരാതെ കാക്കും. വ്യക്തിബന്ധങ്ങളിലും തൊഴിൽപരമായ കാര്യങ്ങളിലും അനാവശ്യ വഴക്കുകളും തർക്കങ്ങളും ഒഴിവാക്കുക. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുക. ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കുകയും അവരുടെ അനുഗ്രഹം തേടുകയും ചെയ്യുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം കൂടുതൽ ലഭിക്കാൻ സഹായിക്കും. വ്യാഴാഴ്ചകളിൽ വ്രതമെടുക്കുന്നത് വ്യാഴപ്രീതിക്ക് ഉത്തമമാണ്. ഈ ദിവസം മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ്. ഗുരുമന്ത്രം ദിവസവും 108 തവണ ജപിക്കുക. വ്യാഴാഴ്ചകളിൽ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ വ്യാഴത്തെ പ്രാർത്ഥിക്കുക. മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് ഉത്തമമാണ്. ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നത് വ്യാഴപ്രീതിക്ക് വളരെ നല്ലതാണ്. മഞ്ഞൾ, മഞ്ഞപ്പൂക്കൾ, കടല, മഞ്ഞ വസ്ത്രങ്ങൾ, പുസ്തകങ്ങൾ എന്നിവ വ്യാഴാഴ്ചകളിൽ പാവപ്പെട്ടവർക്കോ അറിവുള്ളവർക്കോ ദാനം ചെയ്യുന്നത് വ്യാഴപ്രീതി വർദ്ധിപ്പിക്കും. 5 മുഖ രുദ്രാക്ഷം ധരിക്കുന്നത് വ്യാഴപ്രീതിക്ക് സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. രാഹുവിന്റെ ദോഷങ്ങൾ കുറയ്ക്കാൻ ഗണപതിയെ ഭജിക്കുന്നത് ഉത്തമമാണ്. ഗണപതി മന്ത്രങ്ങൾ ജപിക്കുകയോ ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയോ ചെയ്യാം. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതും രാഹുവിന്റെ ദോഷങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കും. ദുർഗാസ്തുതികൾ ജപിക്കുന്നത് നല്ലതാണ്. രാഹുവിന്റെ അസുര സ്വഭാവത്തെ നിയന്ത്രിക്കാൻ ശിവഭജനം സഹായിക്കും. ശിവമന്ത്രങ്ങൾ ജപിക്കുന്നതും ശിവക്ഷേത്ര ദർശനവും നല്ലതാണ്. അറിവ് പകർന്നു നൽകുന്ന ഗുരുക്കന്മാരെയും അധ്യാപകരെയും മുതിർന്നവരെയും ബഹുമാനിക്കുകയും അവരുടെ അനുഗ്രഹം തേടുകയും ചെയ്യുക. ഇത് വ്യാഴത്തിന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കും. ജീവിതത്തിൽ സത്യസന്ധതയും ധാർമ്മിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുക. ഇത് വ്യാഴത്തിന്റെ പ്രീതി നേടാൻ സഹായിക്കും. സാധുക്കൾക്കും അശരണർക്കും അന്നദാനം, വസ്ത്രദാനം എന്നിവ നൽകുക. ഇത് വ്യാഴത്തിന്റെ ശുഭഫലങ്ങളെ വർദ്ധിപ്പിക്കും. ദിവസവും ധ്യാനിക്കുകയോ യോഗ ചെയ്യുകയോ ചെയ്യുന്നത് മനസ്സിനെ ശാന്തമാക്കാനും ആത്മീയമായി ഉണർത്താനും സഹായിക്കും. ഇത് വ്യാഴത്തിന്റെ ആത്മീയപരമായ ഗുണഫലങ്ങളെ ശക്തിപ്പെടുത്തും. ഏത് സാഹചര്യത്തിലും ശുഭാപ്തി വിശ്വാസം കൈവിടാതെ നല്ല ചിന്തകളോടെ മുന്നോട്ട് പോവുക. 2025 ഒക്ടോബർ 18 വ്യാഴം അതിന്റെ ഉച്ചരാശിയായ കർക്കിടകം രാശിയിലേക്ക് മാറിയിരിക്കുന്നു. അനിഴം നക്ഷത്രക്കാർക്ക് ഇത് ദീർഘകാല വിജയത്തിനും വ്യക്തിപരമായ വളർച്ചയ്ക്കും വഴിയൊരുക്കുന്ന ഒരു സുപ്രധാന കാലഘട്ടമായിരിക്കും. ഈ വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഉൾക്കാഴ്ചയും അവസരങ്ങളും കൊണ്ടുവരും. ക്ഷമയോടെയും വിവേകത്തോടും കൂടി കാലഘട്ടത്തെ സമീപിച്ചാൽ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഐശ്വര്യവും സന്തോഷവും സമാധാനവും നേടാൻ സാധിക്കും.